പ്രിയപ്പെട്ട യമുനെ, ദയവേത് ഇത് വായിക്കും മുമ്പ് കയറിക്കളയരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാന് സുമിത്രേച്ചി ഇതെഴുതുന്നത്. നിനക്ക് അവാർഡ് കിട്ടിയതറിഞ്ഞ് ഞങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛന് നിന്നെ വന്ന് കാണണമെന്ന് ആഗ്രഹം. നിനക്കതിൽ വിരോധമില്ലെങ്കിൽ ഞാൻ അച്ഛനെയും കൂട്ടി വരാം. എൻ്റെ പൊന്നനിയത്തിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. സ്വന്തം സുമിത്രേച്ചി. എന്താ യമുനെ കാണിച്ചത്? എന്തിനാ അത് കീറിക്കളഞ്ഞത്? അതെഴുതിയവരോടുള്ള സ്നേഹം കൊണ്ട്, ബഹുമാനം കൊണ്ട്. എന്തൊക്കെ നിഷേധിച്ചാലും ഒരു സത്യം യമുനയ്ക്ക് നിഷേധിക്കാനാവില്ല. അവർ യമുനയുടെ ചേച്ചിയാണെന്ന സത്യം. വിശാലിന് എല്ലാം അറിയാം. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കഥ, ദ ഹോൾ ഫ്ലാഷ് ബാക്ക് ഇല്ലേ? എന്നിട്ടാണോ അർത്ഥമില്ലാത്ത ഈ വക്കാലത്ത്? വിശാൽ ഈ കത്ത് കൊണ്ടുവന്ന തന്നെ തെറ്റായിപ്പോയി. എന്റെ നല്ല സുഹൃത്താന്ന് പറഞ്ഞിട്ട് എന്റെ ശത്രുക്കളുടെ മെസ്സഞ്ചർ ആവുക. വിശാലിന് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ അവരുടെ ദൂതനായിട്ടുമില്ല. പക്ഷെ യമുന പറഞ്ഞതുപോലെ പഴയതെല്ലാം മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് മാത്ര. ഒന്ന് ചോദിച്ചോട്ടെ വിശാൽ, ഇപ്പൊ അവരെന്തിനീ കത്തെഴുതി? ഇത്രയും നാളും യമനെ ഓർക്കാത്ത അച്ഛന് ലോക്കപ്പിൽ വെച്ച് ഇതെന്റെ മകളല്ലാന്ന് നിർദാക്ഷിണ്യം പ്രഖ്യാപിച്ച് സ്ഥലം വിട്ട മഹാകവിക്ക് ഇപ്പൊ എങ്ങനെ പെട്ടെന്നൊരു പുത്രി സ്നേഹം വന്നു? എനിക്കറിയാം, ഞാൻ പറയാം. അവര് തള്ളി പറഞ്ഞിട്ടും യമുന തോറ്റില്ല, ഫെയ്ഡ് ഔട്ട് ആയില്ല. യമുന സർവൈവ് ചെയ്തു. യമുന അവരെക്കാളും ഫേമസ് ആയി, പണം ഉണ്ടാക്കി. മലയാളത്തിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടി. പത്രം തുറന്നാലും TV തുറന്നാലും യമുനെ കാണേണ്ട അവസ്ഥയുണ്ടായി. അപ്പതാ മഹാകവിക്ക് ഇങ്ങനെ ഒരു മകളുണ്ടായിരുന്നു എന്ന് ഓർമ്മ വരുന്നു. കഥയെഴുത്തുകാരിക്ക് ഇങ്ങനെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു എന്ന് വെളിപാടുണ്ടാവുന്നു. സ്ട്രേഞ്ച്. യമുന പറയുന്നതിനകത്ത് ഒരുപാട് ശരികളുണ്ട്, എനിക്കറിയാം. ഒപ്പം ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താലോ. എന്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല, ശരികൾ മാത്രം. എങ്കിൽ തെറ്റ് മുഴുവൻ അവരുടെ ഭാഗത്താ, സമ്മതിക്കുന്നു. പക്ഷെ ആ തെറ്റ് അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് ഏറ്റു പറയാൻ അവർക്ക് ഒരു അവസരം കൊടുത്തൂടെ? യമുനെ ഒന്ന് വന്ന് കാണാനെങ്കിലും ആ അച്ഛനെ അനുവദിച്ചൂടെ? അച്ഛൻ? ഇല്ല വിശാൽ, ഞാൻ അനുവദിക്കില്ല. ഈ ഭൂമിയില് ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മുഖം ഉണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെതാ. ഡാനിയൽ സാർ, ഒരു മിനിറ്റ്. നമസ്കാരം സാർ. യമുനയുടെ ഇന്റർവ്യൂ ഏതാണ്ട് കഴിഞ്ഞു. ഇനി പ്രൊഡ്യൂസറുടെ ഇന്റർവ്യൂ ആവാം. എന്താ സാർ? നോ, അതിന്റെ ആവശ്യമില്ല. ഞാൻ വെറും പണപ്പെട്ടി മാത്രം. ഒരിക്കലും ലൈംലൈറ്റിൽ വരാൻ പാടില്ല. ലൈംലൈറ്റിൽ വരേണ്ടത് താരങ്ങൾ, പിന്നെ ഡയറക്ടർ. ബൈ ദ ബൈ വിശാൽ, യമുനയ്ക്കൊരു അവാർഡ് കിട്ടിയിട്ട് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാരും വിളിച്ച് അഭിനന്ദിച്ചു. ആരാ സാർ ആ ഒരാൾ? നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ അഭയ്. അത് അസൂയ കൊണ്ടാണ് സാർ. അങ്ങേർക്ക് അവാർഡില്ലല്ലോ, എങ്ങനെ സഹിക്കും? യമുന, TV ചാനലുകാർ ഉച്ചതിരിഞ്ഞ് ഇന്റർവ്യൂവിനായി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേഗം റെഡിയായിരിക്കെ. വിഷ്വൽ മീഡിയ 1 by 1 ആയി അവാർഡ് വിന്നറെ ഇന്റർവ്യൂ ചെയ്യാൻ എത്താൻ പോകുന്നു. ഇനി ഈ പാവം പത്രക്കാരൻ ഇവിടെ നിന്നാ ശരിയാവില്ല. വരട്ടെ പിന്നെ തീരുമാനം ഒന്നുകൂടി. വിശാൽ പ്ലീസ്. ഓക്കെ. വിശാൽ, അവള് കത്ത് വായിച്ചില്ലേ? എന്തായിരുന്നു റിയാക്ഷൻ? സുമിത്രച്ചയ്ക്ക് വിഷമം തോന്നരുത്. കഴിഞ്ഞതൊന്നും യമുന മറന്നിട്ടില്ല. ആ കത്തിന് പിന്നിലെ ഇന്റൻഷൻ പോലും തെറ്റിദ്ധരിച്ച മട്ടില്ല യമുന സംസാരിച്ചത്. മനസ്സിലായി. അവാർഡിന്റെ പേരിലുണ്ടായ സ്നേഹമെന്ന് അല്ലേ?
മനസ്സിനേറ്റ പഴയ മുറിവുകൾ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ടാവും ശങ്കർജി സാറിനെ കാണാൻ യാതൊരു താല്പര്യമില്ലെന്ന് യമുന തറപ്പിച്ച് പറഞ്ഞത്. പ്രതീക്ഷയില്ലായിരുന്നു, എങ്കിലും ഒരു ശ്രമം നടത്തിയതാ. സാരമില്ല, വെറുതെ വിശാലിനെ കൂടി ബുദ്ധിമുട്ടിച്ചു. അത് മാത്രം ദേവി ഇത് പറയരുത് സുമിത്രേച്ചി. ശങ്കർജി സാറിന്റെ കുടുംബത്തിന്റെ ആ പഴയ നല്ല ചിത്രം എന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നവനാ ഞാൻ. ആ കാലം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവനും. എല്ലാം പഴയപടിയാവാൻ ഞാൻ ഇനി ശ്രമിക്കും സുമിത്രേച്ചി. എല്ലാം ശുഭവും. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. യമുനെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ അച്ഛനോട് ഞാൻ ഇനി എന്ത് പറയും? തൽക്കാലം സാറിനോട് ഇക്കാര്യം പറയാതിരിക്കാൻ നല്ലത്. ചോദിച്ചാ മറ്റെന്തെങ്കിലും മറുപടി പറയാ. സാറിനെ വേദനിപ്പിക്കാത്ത മറുപടി. ഞാൻ പോകുന്നു വിശാൽ. മികച്ച സംവിധായകനുള്ള അവാർഡ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് കിരാതം എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ഹരിമോഹനാണ്. മറിച്ച് ആ അവാർഡ് സാറിനാണ് ലഭിച്ചിരുന്നെങ്കിൽ ഈ വിയോജിപ്പുണ്ടാകുമായിരുന്നോ? ഈ അവാർഡ് കമ്മിറ്റി അർഹതയില്ലാത്തവരുടെ ഗ്രൂപ്പ് കളിയാണെന്ന് സാറ് വിശേഷിപ്പിക്കുമായിരുന്നോ? ചോദ്യം വ്യക്തമായില്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കാം. അതായത് നല്ല നടിക്കുള്ള അവാർഡ് സാറിന്റെ കണ്ടുപിടുത്തമായ യമുനയ്ക്ക് കിട്ടിയതും, നല്ല ചിത്രത്തിനുള്ള അവാർഡ് സാറിന്റെ ചിത്രമായ വേനൽ മഴയ്ക്ക് കിട്ടിയതും, നല്ല ക്യാമറമാനുള്ള അവാർഡ് സാറിന്റെ ക്യാമറമാനായ ലാലുവിന് കിട്ടിയതും തെറ്റായ വിധി നിർണയമാണെന്ന് സാറ് കരുതുന്നുണ്ടോ? സാർ ഉത്തരം പറഞ്ഞില്ല. എനിക്ക് അവാർഡ് കിട്ടാത്തതിലുള്ള നിരാശ കൊണ്ടല്ല ഞാൻ അങ്ങനെ ഒരു റിയാക്ഷൻ നടത്തിയത്. പക്ഷേ ഫലത്തിൽ അതങ്ങനൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. ഈ അവാർഡ് കമ്മിറ്റിയുടെ ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും അഴിമതിയുടെ സ്വാധീനമുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്ക് പലതും തോന്നാം. അതൊക്കെ വിളിച്ചു പറയണമെന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പിന്നെ യമുനയുടെ അഭിനയത്തെ പറ്റി സാർ എന്ത് പറയുന്നു? ആവറേജ്. അവളുടെ ആക്ടിങ്ങിലെ പല വീഴ്ചകളും സംവിധാനത്തിന്റെ ബ്രില്യൻസ് കൊണ്ട് ഞാൻ മറച്ചു പിടിച്ചിരിക്കുകയാണ്. നോബഡി നോസ് ദാറ്റ്. അതിരിക്കട്ടെ, മികച്ച ചിത്രമായി കമ്മിറ്റി തിരഞ്ഞെടുത്ത കിരാതം സാറ് കണ്ടോ? ഞാൻ അവാർഡ് കമ്മിറ്റിയിൽ അംഗമല്ല. ഓക്കെ. പക്ഷെ കിരാതം കണ്ട കമ്മിറ്റിക്ക് കിരാതം സാറിന്റെ വേനൽ മഴയേക്കാൾ മികച്ചതാണെന്ന് തോന്നിയെങ്കിൽ അത് നിഷേധിക്കാനാവൂ. സ്റ്റോപ്പ് ഇറ്റ്. മതി നിന്റെ ഇന്റർവ്യൂ. ഒരു പാത്രത്തിന്റെ ബലത്തിൽ പഴയ വൈരാഗ്യം തീർക്കാൻ വന്നിരിക്കാൻ നീ അല്ലേ? മനസ്സിൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ. മതി സർ, എനിക്ക് ഇത്രയും കിട്ടിയാൽ മതി. ഫിലിം ടൈംസിന്റെ 2 പേജിൽ ഒരു സുന്ദരൻ ഇന്റർവ്യൂ, സാറിന്റെ ഫോട്ടോസ് എന്റെ സ്റ്റോക്ക് ഉണ്ട്. അസൂയയ്ക്ക് അവാർഡ്. ഇതുപോലെ സാർ ഹെഡിങ്. യു ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ടാ? എന്റെ മകളുടെ പ്രാണസ്നേഹിതയായിരുന്നു നിങ്ങളുടെ മകൾ. നിങ്ങളുടെ മകൾക്കൊരു പനി വന്നാൽ എന്റെ കുഞ്ഞിനും പനിക്കും. നിങ്ങളുടെ മകൾ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ഒരു കാരണവും വേണ്ട, എന്റെ കുട്ടിയും ഇറങ്ങിപ്പോരും. പെമ്പറന്നോത്തി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടേ നീ ഇവിടെ TV കാണുകയാണോ? അമ്മയിരുന്നു, നല്ല പ്രോഗ്രാമാ. ഈ വീട്ടിൽ ഞാൻ അറിയാതെ പല പ്രോഗ്രാമുകളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ഗതി എന്താവോന്നേ നോക്കിക്കോ എന്റെ മോൻ. അമ്മ യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഇപ്പൊ എന്തിനാ താരെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? അവൾ ജനിച്ചു വളർന്ന വീടല്ലേ അമ്മേ, പൊയ്ക്കോട്ടെന്നേ. ഇവിടെ അത്രയും നേരം സമാധാനം ഉണ്ടാവുമല്ലോ. ഗുസ്തിക്ക് ആളില്ലാത്തതുകൊണ്ട് അമ്മ ഇപ്പൊ എത്ര ശാന്തയാണ്. ഇതൊരു നേട്ടമല്ലേ അമ്മേ? അപ്പോ അവളെ വെറുതെ പറഞ്ഞു വിട്ടതാണോ വീട്ടിലേക്ക്? അതെ, വെറുതെ. അല്ലാതെ ബാബുന്റെ ജോലിക്കാരത്തിനല്ല. ആ, അത് ശരി. ഇതെങ്ങനെ അമ്മ അറിഞ്ഞു? അതൊരു രഹസ്യ ചർച്ചയായിരുന്നല്ലോ. പിന്നെ നിന്നെ പോലെ എല്ലാവരും ഒന്ന് വിചാരിച്ചോ? കൺമുമ്പിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും നീ അറിയില്ലല്ലോ. അതുകൊണ്ട് നിന്നെ എല്ലാവർക്കും പറ്റിക്കാം. അല്ല, അമ്മ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞൂന്ന് പറ. ഞങ്ങളുടെ മുറിയിൽ ടേപ്പ് റെക്കോർഡ് എങ്ങാനും കൊണ്ടുവച്ചോ? അതോ വാതിൽക്കൽ ഒളിഞ്ഞെന്ന് കേട്ടോ? കേട്ടു, അറിഞ്ഞു. അത്ര ഇപ്പൊ നീ മനസ്സിലാക്കിയാ മതി. ഇവിടെ നടക്കുന്ന കാര്യങ്ങള് നിങ്ങൾ ആരും എന്നെ അറിയിക്കാറില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ വഴി പോയി.
അതിലെന്താ പെശക്? അതിൽ പിശക് മാത്രമേ ഉള്ളൂ അമ്മേ. ഒരമ്മയോ അമ്മായി അമ്മയോ ആ മാതിരി തരംതാണ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല. ദൈവമേ സച്ചിദാനന്ദ എന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങേണ്ട സമയത്ത് അമ്മ ഞങ്ങളുടെ വാതിൽക്കൽ ചെവിയും ചേർത്ത് നിന്നത് മഹാമോശമായി പോയി. നിന്റെ ജീവിത പ്രശ്നം ആയതുകൊണ്ടാ അമ്മ അങ്ങനെ ചെയ്തത്. ശുദ്ധ മനസ്സുകൊണ്ട് ഓരോരോ വെട്ടിത്തരങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുക. അല്ലെങ്കിൽ ആ ബാബുവിന്റെ ജോലിക്കാരത്തിന് റെക്കമെൻഡ് ചെയ്യാൻ നിന്റെ ഭാര്യ തന്നെ പറഞ്ഞു വിടുവോ? ഈ ബാബു ആരാണെന്ന് നിനക്കറിയത്തില്ലേ? അറിയാം, ശങ്കർജി സാറിന്റെ മകൻ. അതല്ല ചോദിച്ചത്. നിന്റെ ഭാര്യയുടെ മുറച്ചെറുക്കനല്ലേ അവൻ? അതെ. അവര് തമ്മിൽ കല്യാണത്തിന് മോഹിച്ചിരുന്നതല്ലേ? പഴയ കാര്യമല്ലേ അമ്മേ അത്? പഴയ കാര്യം നീയായിട്ട് കുത്തിപ്പൊക്കാനാണോ നോക്കുന്നത്? ഈ ജോലിയുടെ കാര്യവും പറഞ്ഞ് അവര് തമ്മിൽ പണ്ടത്തെ പോലെ അടുത്താ? അടുക്കില്ലെന്ന് ആര് കണ്ടു? അതെ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. വന്നിട്ട് ഈ വിഷയം സംസാരിക്കാമേ. ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഒരേ ഒരു മണ്ടത്തരമേ ഞാൻ ജീവിതത്തിൽ ചെയ്തുള്ളൂ. ഇവനെ കൊണ്ട് അവളെ കെട്ടിച്ചത്. എന്നെ പറഞ്ഞാ മതി. അപ്പു പറഞ്ഞ സത്യമാണ്. ജയിൽ വിട്ടാലും പൊതുജനത്തിൻ്റെ കണ്ണിൽ ഞാൻ ജയിൽ പുള്ളിയാണ്. സ്നേഹത്തോടൊരു വാക്കോ അനുകമ്പയോടൊരു നോട്ടമോ ഇല്ല. ഏതോ വിചിത്ര ജീവിയെ കാണുന്ന പോലെയാണ് എല്ലാവരും. ആരെങ്കിലും നിന്നോട് അങ്ങനെ വല്ല? സാരമില്ല, ഇതൊക്കെ പ്രതീക്ഷിച്ചതാണല്ലോ. ചിലപ്പോൾ തോന്നും ആ മതിൽക്കെട്ടിനുള്ളിലായിരുന്നു സമാധാനമെന്ന്. അവിടെ എല്ലാവരും ഒരേ വർഗമാണല്ലോ കുറ്റവാളികൾ. അബദ്ധം പറയാതിരിക്കു ബാബു. ഇങ്ങനെയൊന്ന് നിരാശനാവരുത്. മോനെ, ജീവിതത്തിൽ ഇതിലും വലിയ പരീക്ഷണങ്ങൾ ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടതായി വരും. പേടിച്ചൊളിക്കാമെന്ന് വെച്ചാൽ എവിടെ പോയി ഒളിക്കും? മനുഷ്യരെവിടെയും ഉണ്ട്. പിന്നെ സമൂഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇന്ന് അതിന്റെ ചർച്ചാ വിഷയം ശങ്കർജിയുടെ കുടുംബമാണെങ്കിൽ നാളെ മറ്റൊന്ന് കിട്ടിയാൽ അതങ്ങോട്ട് തിരിയും. ജയിലിൽ പോയ ബാബു സമൂഹത്തിന്റെ തൽക്കാലത്തെ വിഷയം മാത്രമാണ്. പുതിയൊരു വിഷയം കിട്ടട്ടെ, സമൂഹം നിന്നെ മറക്കും. അതുകൊണ്ട് തൻ്റെയും ആത്മവിശ്വാസവും നീ കളയരുത്. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ശ്രമിക്കാം. നീ സമാധാനമായിട്ടിരിക്കേ. മോളെ സുമിത്രേ, വാമായി, എല്ലാവരും അകത്തുണ്ട്. ആരായി വരുന്നത്? ഇരിക്കേ. നിന്നെ ഈ വഴിയൊന്നും കാണാറില്ലല്ലോ. ഇനി ചേട്ടനാ പരാതി പറയേണ്ടി വരില്ല. ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഞാനിവിടെ വരും. കാത്തുകാത്തിരുന്ന ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ. ഭാഗ്യേച്ചി ഇല്ലാത്തോണ്ട് കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഞാനിവിടെ വന്നും പോയിരിക്കും. പിന്നെ യമുനയുടെ കാര്യം കേട്ടപ്പോ ഇന്നലെ തന്നെ വരാൻ ഒരുങ്ങിയതാ. അവള് ഇങ്ങോട്ട് വിളിക്കുമോ മറ്റോ ചെയ്തോ മോളെ? ഇല്ല. ഞാനെന്ന് പറഞ്ഞ ഏട്ടൻ എതിർക്കരുത്. ഏട്ടൻ അവളെ ഒന്ന് ചെന്ന് കാണണം. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കണം. കൃഷ്ണേട്ടനും ഇതേ ആഗ്രഹം പറഞ്ഞു. എന്തു പറയുന്നു?